നഗരത്തിലൂടെ ഒരു കാറ് ചീറിപ്പാഞ്ഞു പോയി. ഈ കാർ ഒരു വെറും കാറല്ല. ഈ കാറിന്റെ സൈലൻസറിലൂടെ തീയും പുകയും ശബ്ദവും ഒക്കെ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. മാത്രമല്ല ആളുകളൊക്കെ ഭീതിപ്പെടുത്തുന്ന തരത്തിൽ അത്രയും ഒച്ചത്തിലുള്ള ശബ്ദത്തോടു കൂടിയാണ് കൊച്ചി നഗരത്തിലൂടെ ഈ കാർ ചീറിപ്പാഞ്ഞത്. ദുബായ് രജിസ്ട്രേഷൻ നമ്പറുള്ള കാറിനെ കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചതായി മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. ദൃശ്യങ്ങളിലേക്കാണ് ആദ്യം. സഹിന ആന്റണിയുടെ കൂടുതൽ വിവരങ്ങളുമായി നമുക്കിപ്പം സഹിനെ കാറിനെയോ കാർ ഉടമയോ ഒക്കെ കുറിച്ച് എന്തെങ്കിലും സൂചനകളോ വിവരങ്ങളോ ഒക്കെ ലഭിക്കുന്നുണ്ടോ? നമ്മൾക്ക് ഇതുവരെ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ മോട്ടോർ വാഹന വകുപ്പ് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അവർക്ക് ഇത് സംബന്ധിച്ചുള്ള പരാതിയും ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എറണാകുളം ഇടപ്പള്ളി ലുലു മാളിന് മുന്നിലൂടെയാണ് ഈ കാറിൻ്റെ അഭ്യാസ പ്രകടനം ഉണ്ടായിരുന്നത്. വൈകുന്നേരം 4 മണിയോടുകൂടിയായിരുന്നു. യാത്രക്കാർ നിരവധിയുള്ള നിരത്തിലൂടെയായിരുന്നു ഈ കാറ് ഭീതിപ്പെടുത്തുന്ന ശബ്ദവും ഒപ്പം തന്നെ സൈലൻസറിൽ നിന്ന് പുകയും തീയും എല്ലാം വരുന്ന രീതിയിൽ അഭ്യാസ പ്രകടനം നടത്തിയത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള പരാതി മോട്ടോർ വാഹന വകുപ്പിന് ലഭിച്ചിട്ടുണ്ട്. ദുബായ് രജിസ്ട്രേഷനിലുള്ള കാറാണ്. സാധാരണ ഇത്തരം കാറുകൾ നമ്മുടെ നിരത്തിൽ ഇറങ്ങണമെങ്കിൽ 6 മാസത്തിൽ കൂടുതൽ നമ്മുടെ നിരത്തിൽ ഓടിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ഈ കാറ് ഇവിടെ എത്തിച്ചിട്ട് എത്ര നാളായി എന്നുള്ളതിനെ കുറിച്ചാണ് ആദ്യം പരിശോധിക്കുന്നത്. പിന്നീട് ഇത് സംബന്ധിച്ചുള്ള മറ്റ് നടപടികളിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് കടക്കും. പ്രത്യേകിച്ചും വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന വലിയ ഒരു വിഭാഗം യാത്രക്കാരുള്ള സമയത്താണ് നിരത്തിലൂടെ ഈ കാറിൻ്റെ അഭ്യാസ പ്രകടനം നടത്തിയത്. അത് തൊട്ട് പിന്നാലെ വന്ന വാഹനത്തിലുള്ള യാത്രക്കാർ ചിത്രീകരിക്കുകയായിരുന്നു. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള പരാതി മോട്ടോർ വാഹന വകുപ്പിന് ലഭിച്ചിട്ടുണ്ട്. സേതു. ഓക്കെ സഹിൻ, അപ്പോൾ ഭീതിപ്പെടുത്തുന്ന ശബ്ദത്തിൽ കൊച്ചിയിൽ ചുറ്റിപ്പാഞ്ഞ ആ കാറ് ഏതെന്നറിയാനുള്ള അന്വേഷണത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ്. ഉടൻ തന്നെ അതിനൊരു ഉത്തരം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ?